ഇന്ന് കുറച്ച് വാഴവിത്ത് വീട്ടിൽ നടാനുള്ള സ്ഥലം കണ്ടുപിടിക്കാനുള്ള പരിപാടിയില്ല. ആദ്യം ഒരു സ്ഥലത്ത് പോയി അവിടെ കണ്ട് ഇങ്ങനെ കാട് പിടിച്ചിരിക്കുക. അപ്പം കാടൊക്കെ വെട്ടിത്തെളിച്ചാലേ അത് നടാനൊക്കത്തുള്ളൂ. നട്ടാൽ തന്നെ കാട് പെട്ടെന്ന് കയറി പിടിക്കും. പിന്നെ വേറൊരു സ്ഥലത്ത് പോയി അവിടെ ഇങ്ങനെ കിടക്കുന്നത്. എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഈ സ്ഥലമേ. അല്ലെങ്കിൽ പിന്നെ പുല്ല് കയറി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുല്ല് എത്തിയോണ്ട് എത്ര വൃത്തിക്ക് കിടക്കുന്നത്. അപ്പം മറ്റിടത്ത് പെട്ടെന്ന് പുല്ല് കയറി, പക്ഷേ ഇവിടുന്ന് അങ്ങനെ പെട്ടെന്ന് പുല്ല് കയറിയില്ല. പിന്നെ നമ്മൾ മതിലിനോട് ചേർന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അവിടെ 7 വിത്തേ ഉള്ളൂ വാഴ വിത്ത്. അപ്പം ഈ ഒരു നിരപ്പിനങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അവിടെ കുഴി ഒഴിച്ച്, വേറെ പണിക്കാരൊന്നുമില്ല, നമ്മൾ തന്നെ അറിയാവുന്ന രീതിയിൽ അങ്ങ് ജസ്റ്റ് ഒന്ന് വെക്കുക. കിളിക്കുക, അല്ലെങ്കിൽ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അങ്ങനെ ഒരു രീതിയിലാണ്. അപ്പം ജസ്റ്റ് നമ്മൾ വെക്കുന്നതേ ഉള്ളൂ. അപ്പം ജസ്റ്റ് നമുക്കറിയാവുന്ന പോലെ ഒരു കുഴിയൊക്കെ കുഴിച്ച് കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് അങ്ങനെ ഈ നിരപ്പിനങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഇടയ്ക്ക് സഹായിച്ചു. പക്ഷെങ്കിൽ എൻ്റെ കള അത്രയ്ക്ക് പോരാന്ന് പറഞ്ഞ് പിന്നെ അച്ഛൻ തന്നെ എടുത്ത് പിന്നെ കളച്ചു. പിന്നെ ഇന്നലെ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റില്ലായിരുന്നു. അപ്പം ഞങ്ങളിവിടെ നിൽക്കുമ്പം ഈ മതിലിൻ്റെ സൈഡിൽ റോഡാണ്. അതിൻ്റെ ആ വഴി ഏതോ ഒരു പാർട്ടിയുടെ ആൾക്കാർ ചെണ്ടമേളവും കുട്ടുംപാട്ടും വണ്ടിയിലിങ്ങനെ ഘോഷയാത്ര പോലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് പെട്ടെന്ന് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഇവിടെ പിന്നെ കുറച്ച് സ്ഥലമുള്ളത് കൊണ്ട് ഞാൻ പറയുമായിരുന്നു, ഇവിടെ കുറച്ച് കൈത ചെടി ഉണ്ടല്ലോ, കൈത ചെടി വെക്കണമെന്ന്. ഇവിടെ ആകുമ്പം ഇടയ്ക്കൂടെ ആകുമ്പോൾ നമുക്ക് നടക്കാനൊന്നും ഒക്കത്തില്ല. ഇപ്പം ഈ സൈഡ് ഏരിയ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, കൈതച്ചക്ക വെക്കാൻ നല്ലതല്ലേ. പക്ഷേ എപ്പം ഞാൻ കൈതച്ചക്ക വെക്കാൻ പറഞ്ഞാലും പറയുന്നത് കൈതച്ചക്ക വെച്ചാൽ പാമ്പ് കയറുമെന്ന്. എനിക്കറിയത്തില്ല അങ്ങനെ പാമ്പ് കയറുമെന്ന് അറിയത്തില്ല. അങ്ങനെ വല്ല എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പറയുന്നതായിരിക്കും, എനിക്കറിയില്ല. അങ്ങനെ പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് 5 മണിയായപ്പോഴത്തേക്ക് നമ്മൾ അവിടെ തിരിച്ച് വീട്ടിലോട്ടേക്ക് പോന്നു. നമ്മൾ ഉച്ച കഴിഞ്ഞ് ചോറുണ്ട് കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതായിരുന്നേ. ഇപ്പോൾ പിന്നെ നേരത്തെ 6 മണിയാകുമ്പോഴത്തേക്ക് ഇരുട്ടുമല്ലോ. അങ്ങനെ പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നല്ല വട്ടയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബൂസ്റ്റർ ചായയൊക്കെ ഇട്ട് കുടിച്ച് കഴിച്ചു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.